ഇന്നലെ അനീഷ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അപ്പം ഞാൻ ഇന്നലെ ഈ ഒരു കാര്യം പറയാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തെ ഒരു അപ്ഡേഷൻ പറഞ്ഞു പോയപ്പോഴും ഞാൻ ഈ വഴക്കിൻ്റെ കാര്യം പറഞ്ഞില്ല. കാരണം അതിനൊരു പ്രത്യേക വീഡിയോ ഞാൻ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, അതുപോലെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ടാണ്, ഇന്നലെ ഷാരിക അക്ബർ ഈ 3 പേരും തമ്മിലുള്ള ഒരു വഴക്കുണ്ടായിരുന്നു. അതിനെന്താണ് റീസൺ? പല ആൾക്കാരും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനീഷ് എന്തോ വലിയ മഹാപാപം ചെയ്തു, മഹാപാതകം ചെയ്തു എന്നൊക്കെ രീതി പറഞ്ഞു, എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ആക്കി തീർത്ത് അനീഷ് ഒരു സ്ത്രീ വിരോധി ആണ് എന്നുള്ള രീതിയിലാണ് ആക്കി തീർക്കുന്നത്. പക്ഷെ അനീഷ് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ ഹൗസിലുള്ളവർ സമ്മതിച്ചില്ല. അപ്പൊ അതിനിടയ്ക്ക് എല്ലാവരും ഇറങ്ങി സംസാരിക്കുന്നത്, നമ്മുടെ രേണു സുധി ഉണ്ടല്ലോ, രേണു സുധി ഞാനും ആദ്യം വിവാഹം കഴിച്ചതാണ്, പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് അവിടെ പീഡനങ്ങൾ അനുഭവിച്ചു, എന്നിട്ട് ഡിവോഴ്സ് ആയതാണ്, രണ്ടാമത്തെ മാരേജ് ആണ് കൊല്ലം സുധിയെ വിവാഹം കഴിച്ചത് എന്നുള്ളൊരു കാര്യം രേണു സുധി പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ലൈവ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സന്തോഷമായിട്ട് പറയല്ല, കാരണം ഒരിക്കലും ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ രേണു സുധിയുടെ പുറത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് അറിയാതെ അവിടെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു സ്ട്രാറ്റജി ആയിട്ട് രേണു ഇവിടുന്ന് പോയതാണ്. ഇവിടുത്തെ ഒരു ക്യാരക്ടറേ അല്ല രേണു. ഇവിടെ ആൾക്കാരോട് ചാടിക്കടിച്ചു, എല്ലാവരെയും ചീത്തയും വിളിച്ചു, മറ്റേതും വിളിച്ചു, അങ്ങനെ ഭയങ്കര എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന രേണുവിൻ്റെ വേറൊരു മുഖത്തിലാണ് രേണു പോയത്. കാരണം എല്ലാ ഹൗസിലുള്ളവരെ കൊണ്ടെല്ലാം നല്ലത് പറയിപ്പിച്ചിട്ട് നോമിനേഷനിൽ വരാതിരിക്കും. അങ്ങനെ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് കഴിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആൾക്കാർ പറഞ്ഞു വിട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നിന്നിട്ട് എവിക്ഷന് വരരുത്, എവിക്ഷന് വരാതെ നിന്ന് പോവുക. എവിക്ഷന് വരാതിരിക്കുമ്പോൾ നോമിനേഷനിൽ വന്നെങ്കിലല്ലേ, എവിക്ഷൻ നോമിനേഷനിൽ വന്നെങ്കിൽ മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നമ്മുടെ രേണു വേറൊരു അടവാണ് ഇപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഹൗസിനുള്ളിൽ കളിക്കുന്നത്, സേഫ് ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി. കാരണം രേണുവിൻ്റെതായുള്ള യാതൊരു കണ്ടന്റും ഇല്ല, ഇനി എല്ലാ ആൾക്കാരെയും കൊണ്ട് പാവം പറയിപ്പിക്കുക. കാരണം ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മൈൽസ്റ്റോണിനകത്ത്. അപ്പോൾ ബിൻസി തന്നെ പറയുന്നത്, ഒരു പാവം ചേച്ചി, നിഷ്കളങ്കമായ ചേച്ചി. നിഷ്കളങ്ക അല്ലെന്ന് ആരും പറയില്ല, പക്ഷെ ഈ വായിലിരിക്കുന്ന നാക്ക് എന്തുമാത്രം അലർച്ചയാണ്. പിന്നെ വടക കൊടുക്കാനില്ലാത്തവരെ ആൾക്കാരെ ചീത്ത വിളിക്കുക, സഹനമായ ആൾക്കാരെയും ചീത്ത, അവരുടെ നാട്ടുകാർ തന്നെ ഒരാൾ നല്ലത് പറയുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരും. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ പഠിപ്പിച്ച് വിട്ടതാണ് ഒരു ഡയലോഗ്, സിനിമയിലെ ഒരു ഡയലോഗ്, ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്നൊക്കെ പറയാനൊക്കെ പഠിപ്പിച്ചു. അത്രയൊക്കെ കണ്ടന്റുകളെ ഉള്ളു പുള്ളിക്ക്. അപ്പോൾ എന്തായാലും ഇന്നലെ രേണു ഈ ഒരു അനീഷിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ പ്രശ്നങ്ങളിടയ്ക്ക് രേണു പറയുന്നുണ്ട്, ഞാനും ആദ്യം ഡിവോഴ്സ് ആയതാണ്, അതിനകത്ത് ഞാൻ ഒരുപാട് പീഡനം അനുഭവിച്ചു, പിന്നെ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചാണ് സുധിച്ചേട്ടിരുന്നത്. അപ്പം ഞാൻ കാണാത്തവർക്കും അല്ല അറിയാത്തവർക്കും വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത് സ്വാഭാവികം. എല്ലാവരും പിന്നെ 2, 3, 4 നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ബന്ധത്തിൽ തുടരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ എന്തിനാണ് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ടോക്സിറ്റി ഉള്ള ഒരു റിലേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറികടന്ന് നമ്മൾ ഒന്നിലൊറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കുക. നമുക്ക് പറ്റുന്ന, എപ്പോഴും ഭർത്താവ് എന്ന് പറയുന്നത് ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പാടില്ല. എപ്പോഴും ഒരു ഭർത്താവ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രണ്ട് ആയിരിക്കണം, നമ്മുടെ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് എല്ലാം നമുക്ക് പരസ്പരം അങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും, ദുഃഖങ്ങളായാലും സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥമായിട്ട് ഭർത്താവും ഭാര്യയും. അല്ലാണ്ട് ഭർത്താവ് ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഭരണാധികാരി, ആ ഭരണത്തിന്റെ കീഴിലായിരിക്കണം മറ്റുള്ളവർ, അല്ലെങ്കിൽ ഭാര്യ ഒരു ഭരണാധികാരി, അങ്ങനെ വിചാരിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ അനീഷിൻ്റെ വിഷയത്തിലേക്ക് വരാം. അനീഷ് ഷാരിക നമ്മുടെ പിന്നെ അക്ബറും തമ്മിലൊരു പ്രശ്നം നടന്നപ്പോൾ അനീഷ് പറയാൻ വന്ന കാര്യം എന്താണ്? എനിക്ക് അനീഷ് പറയാൻ വന്നില്ലെന്ന് കാരണം ഈ ഡിവോഴ്സിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും തുല്യരായിട്ട്, അല്ലെങ്കിൽ തുല്യത അവരും ഒരു കാരണമുണ്ട്, പുരുഷന്മാർ മാത്രമല്ല പിന്നെ ഡിവോഴ്സിൻ്റെ ഒരു കാരണക്കാരാവുന്നത് എന്നുള്ളതാണ് അനീഷ് പറഞ്ഞത്. അത് 100% കറക്റ്റാണ്. കാരണം ആസ് ആൻ അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും, പല സാഹചര്യങ്ങളിലും സ്ത്രീകളും അതിന് കാരണക്കാരാണ്. നമ്മുടെ പിന്നെ ഞാനിപ്പം വാദിക്കുന്നത്, എല്ലാവരും എന്നെ ഫെമിനിസ്റ്റ് അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയണം, ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ, മെനഞ്ഞാന്നും കൂടി US എന്നൊരു പുള്ളി വിളിച്ചു എന്നെ. ഞാൻ ലീഗൽ കൺസൾട്ടേഷൻ ഉണ്ട്, ഓൺലൈനിൽ ലീഗൽ കൺസൾട്ടേഷൻ ഉണ്ട്, ഫീ ഒക്കെ തന്ന് നേരത്തെ ബുക്ക് ചെയ്ത് നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ ആ പുള്ളിയുടെ ഭയങ്കര സ്നേഹിച്ച് പോകാൻ കഴിച്ചു. പക്ഷെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു ഭാര്യ, ഭയങ്കര ടോക്സിക്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫുള്ള് ഒരു 10 പേജ് പുള്ളി എഴുതി വെച്ചിരിക്കുന്ന 10 പേജ് പുള്ളി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ പറഞ്ഞ് മാം ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ
എനിക്ക് കിട്ടിയ സമയത്തൊക്കെ പറ്റുന്ന പോയിന്റ്സൊക്കെ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കഴിഞ്ഞ 13 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ അവർ കുറേ മെഡിസിൻസ്, അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലായി അവരെ ഹോസ്പിറ്റലിലാക്കി. അവിടെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചു, സൈക്കോളജിസ്റ്റിനെ, പിന്നെ സൈക്യാട്രിസ്റ്റിനെ. അവർ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അവർ മെഡിസിൻസ് കഴിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഡിവോഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഡിവോഴ്സ് ഒരു കാരണമല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം മാക്സിമം മെഡിസിൻ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് സ്നേഹമായിട്ട് പോകും. അത് കഴിഞ്ഞ് മെഡിസിൻ കഴിക്കുന്നില്ലെങ്കിൽ പാരൻസിനെ അറിയിക്കും. അങ്ങനെ കുറേ എനിക്ക് പറ്റുന്ന കാര്യങ്ങളും ഞാൻ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയണം, അങ്ങനെ ഞാൻ എത്രയോ ആൾക്കാർ, എത്രയോ പുരുഷന്മാരെ അനുഭവിക്കും. കാരണം സമൂഹത്തിൽ ചില പുരുഷന്മാർ വീട്ടിൽ ചിലപ്പം അച്ഛനും അമ്മയും, വയസ്സിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ അവർ പിന്നെ മാക്സിമം അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ. മക്കൾ ചിലപ്പം വലുതായിരിക്കും. ഒരു പുള്ളി നമ്മൾ കൊല്ലം ജില്ലയിലുള്ള പുള്ളി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു, ഭാര്യ ഭയങ്കര ഒരു വലിയ റെപ്യൂട്ടഡ് ഒരവസ്ഥയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് 2 മക്കളുണ്ട്. മക്കളൊക്കെ നല്ല നിലയിലാണ്, മകൻ ഡോക്ടറൊക്കെയാണ്. പക്ഷേ ഇവർ ഈ അടുത്ത കാലത്തായിട്ട് ഒരു രാഷ്ട്രീയ മേഖലയിൽ കടക്കുകയും ആ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുമായിട്ട് വളരെ വേറൊരു റിലേഷൻ, മോശം എന്ന് പറയത്തില്ല, സ്നേഹം ഒരിക്കലും മോശമാവില്ല അല്ലേ. നമ്മൾ സ്നേഹം കിട്ടാത്തവരാണ്. ഞാൻ അദ്ദേഹത്തിനോട് സ്നേഹം നിങ്ങൾ കൊടുക്കാത്തതിന് അല്ലെ നിങ്ങളുടെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ആ ഒരു റിലേഷനിലേക്ക് പെട്ടു. ഇത് പക്ഷേ ഭയങ്കരമായി അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സ്നേഹമായിരുന്നു. ഭർത്താവുമായിട്ട് ഭയങ്കരമായ സ്നേഹമാണ്. പക്ഷെ അവർ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ലാസ്റ്റ് അയാൾ എന്നോട് വന്നു, എൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു എന്നറിഞ്ഞാൽ അവർ എന്നെ വിളിച്ചു. എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഇങ്ങനെ സംസാരിക്കണം എനിക്കൊന്നെന്ന് പറഞ്ഞു. ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരല്ല, 55 വയസ്സിന് മുകളിലുള്ള, അല്ല 54 വയസ്സോ മറ്റോ ഉള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ആ ഒരു ഏജിൽ പോലും അവർ വേറൊരു സ്നേഹത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഈ ഭർത്താവിലാണ് ഒരു കുറ്റം നോക്കിയത്. കാരണം അങ്ങനെ ഒരു ലേഡി പോകണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു സാഹചര്യം, എൻ്റെ ഭർത്താവിന് ഒരു സ്നേഹമില്ല, നീ കുറച്ച് ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ താങ്കളുടെ തെറ്റിദ്ധാരണയായിരിക്കാം. അപ്പോൾ അല്ല മാം. അപ്പോൾ കുറേ എനിക്ക് അവരുടെ കുറേ ചാറ്റൊക്കെ പുള്ളി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് പലതും നമുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആ ലേഡി വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മാം ഇങ്ങനെയുള്ള അലിഗേഷനാണ് പറഞ്ഞത്, ഡിവോഴ്സാണ് പറയുന്നത്, പക്ഷേ നിങ്ങളുടെ മകൻ ഡോക്ടറാണ്, 2ാമത്തെ മകൻ ഇങ്ങനെയാണ്. അപ്പം അതൊരു കാരണം നിങ്ങൾ സൊസൈറ്റിയിൽ വളരെ അറിയപ്പെടുന്ന ആൾക്കാരാണ്, വളരെ സൊസൈറ്റിയിൽ നിന്ന് മാത്രമല്ല പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ്, ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ആസ് ആൻ അഡ്വക്കേറ്റ് എനിക്ക് കേസ് ഫയൽ ചെയ്യാം, ഇഷ്ടംപോലെ കാശും കിട്ടും. പക്ഷേ അത് ശരിയാണോ? നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അവർ പറഞ്ഞ ഡയലോഗ് എന്താ പറയുക, എനിക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, ആ നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റേ ആളിനെ എന്ന് പറഞ്ഞാൽ അവർ ആ റിലേഷനിൽപ്പെട്ട ആളിനെ നിർത്തിയിരിക്കുകയാണ്, എനിക്കിപ്പോൾ അയാളെ ഒഴിവാക്കാൻ പറ്റില്ല. ഉള്ള സത്യസന്ധമായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് അയാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അയാളെൻ്റെ ജീവനാണ്, അയാളെ എനിക്ക് കൂടെ ജീവിച്ചേ പറ്റൂ, കാരണം എനിക്ക് സൊസൈറ്റിയെ കാണിക്കണം. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പിന്നീട് എനിക്കപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ വിളിച്ച സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മാം, കൺസൾട്ട് ചെയ്യാതെ ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൺസൾട്ടേഷനിലാണ് പുള്ളി എന്നോട് വന്നത്. എന്നെ കൺസൾട്ട് ചെയ്തു. എനിക്ക് 2000 രൂപ ഫീ അടച്ചു. 1 മണിക്കൂറത്തേക്ക് 2000 രൂപ ഫീസും അടച്ചിട്ടാണ് എനിക്ക് പിന്നെ എന്നോട് സംസാരിച്ചത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊല്ലത്ത് വരുമ്പോൾ കൊല്ലത്ത് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റുമെങ്കിൽ ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. പക്ഷേ ഞാൻ പറയാം, സ്ത്രീകളിൽ നിന്ന് അയാൾ പിന്നീട് അവർ സംസാരിച്ചപ്പോഴും ഞാൻ പല രീതിയിൽ വെച്ചപ്പോൾ അയാൾ വളരെ ശുദ്ധനായ ഒരു മനുഷ്യൻ. ഇവർക്ക് പോരാ, അയാൾക്ക് പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഇവർക്ക് രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, എന്നിട്ട് അയാൾ ബിസിനസ്സുകാരനാണ്, ബിസിനസ് ചെയ്യാൻ പോകുന്നു. ഇവർ ഭാര്യയും മക്കളെന്നുള്ള ലോകത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അയാളെയാണ് ആ ഒരു ചീറ്റ് ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ഡിവോഴ്സ്, പല ഡിവോഴ്സുകളിൽ ഭർത്താവ് ദ്രോഹിക്കുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു, കള്ളു കുടിച്ചിട്ട് വന്ന് മർദ്ദിക്കുന്ന, എടുത്തിട്ട് അടിച്ച ഭാര്യമാർ നമ്മളെ അടുത്ത് വരാറുണ്ട്, നമ്മളത് കേൾക്കാറുണ്ട്, നമ്മളത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെയും ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് പീഡനം, സ്ത്രീകൾ മാത്രമല്ല. പിന്നെ ഇനി പറയാൻ എൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത ഇതേ കണക്കുള്ള കേസുകളാണ്. അപ്പം അതുകൊണ്ട് ഞാനതൊന്നും പറഞ്ഞ് എന്താ പറയുക ഭയങ്കരമായിട്ട് ആ ഒരു ലോങ് വീഡിയോ ആക്കണില്ല കേട്ടോ.
അനീഷിന്റെ അവിടെ കേസ് അനീഷ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. പുരുഷന്മാർ മാത്രമല്ല ഡിവോഴ്സിന് കാരണക്കാർ, അതിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അനീഷ് പറയാനായിട്ട് അവിടെ ശ്രമിച്ചത്. അത് സത്യമാണ്, 100% അത് ആരെന്തവിടെ എതിർത്താലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർ, ഞങ്ങളെ പോലെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിനെ എഗൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് സത്യമാണ്. ഇപ്പൊ അനീഷിന്റെ ചിലപ്പോൾ അനീഷിന്റെ ലൈഫിൽ നിന്ന് പറഞ്ഞായിരിക്കും, ചിലപ്പം രേണുവിന്റെ ലൈഫിൽ നിന്ന് പറഞ്ഞായിരിക്കും, ഷാരികയുടെ കാര്യമായിരിക്കും, അക്ബറിന്റെ കാര്യമായിരിക്കും. അങ്ങനെ ഓരോ കണ്ടസ്റ്റന്റും അവരുടെ ലൈഫിൽ നിന്നുള്ള കാര്യമായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും സ്ത്രീ കാരണവും ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നുണ്ട്, ഒരുപാട് പുരുഷന്മാർ. പിന്നെ എന്താ പറയണേ, എൻ്റെ നാല് ചുറ്റും ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നതാണ്, ഒരുപാട് ആൾക്കാരെ. കേരളം മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എന്നെ ആൾക്കാർ വിളിക്കുന്നതാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വിളിക്കാറുണ്ട്, പിന്നെ ദുബായിന്റെ ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ദുബായിൽ നിന്ന് വിളിക്കാറുണ്ട്. ഞാൻ ആരെയും നിങ്ങളൊക്കെ അങ്ങനെ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ ഇതൊന്നും ഓപ്പണായിട്ട് പറയില്ല, കാരണം ഞാൻ ആരെയും പേരൊന്നും സൂചിപ്പിച്ചില്ലല്ലോ. അപ്പോൾ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിക്കാറുണ്ട്, ദുബായിൽ നിന്ന് വിളിക്കാറുണ്ട്. ഇതേ കണക്കുള്ള ഒരു ഫാമിലി പ്രശ്നങ്ങൾ, പ്രോപ്പർട്ടി പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റും കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് ഇത് 100% ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഞാനൊരു കേസ് എൻ്റെ മുന്നിൽ, പ്രത്യേകിച്ച് ഫാമിലി കേസിന് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പ്രത്യേകിച്ച് കുട്ടികളുള്ള ഫാമിലി കേസ് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് വിഷമമാണ് അത് കാണുമ്പോൾ. അപ്പോൾ കാരണം 2-2.5 വയസ്സുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഡിവോഴ്സുമായിട്ട് വന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞ കണക്ക് പെൺകുട്ടികൾ പിന്നെ അവരെ മെയിൻ്റനൻസിനും കേസ് കൊടുത്തിട്ട് വഴി നടക്കുന്ന അങ്ങനെയൊക്കെ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇതേപോലെ വിക്റ്റിമായിട്ടുള്ള പുരുഷന്മാരും ഉണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അനീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് സ്ത്രീകൾക്കെതിരാണെന്നോ അത് വളരെ റോങ് ആയിട്ടുള്ള മെസ്സേജ് ആണെന്നോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നോ ആരും വിചാരിക്കേണ്ട. കാരണം അയാളുടെ ലൈഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അനീഷ് ഈസ് എ ബെസ്റ്റ് ഗെയിമർ. ഇപ്പം ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് അനീഷ്. എനിക്ക് അനീഷ് മാത്രം ഒന്നാം സ്ഥലം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന, ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരിൽ ഏറ്റവും നമ്പർ 1-ലോ 2-ലോ 3-ലോ ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. കാരണം ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഈ ബിഗ് ബോസ് ഷോ നടക്കൂ എന്നുള്ളൊരവസ്ഥയിലാണ്. അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ട് അനീഷ് ഷാനവാസ് കോമ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിയും കൂടും അവർ ആ ഒരു എന്താ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വെച്ചുള്ള ആ കോമ്പോ കൊള്ളാം. അനുമോള് നല്ല അടിപൊളിയായിട്ട്, അനുമോള് കരച്ചിലൊക്കെ കുറച്ചു കിട്ടോ, അനുമോള് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഷാരിക സംസാരിച്ച് വരുന്നുണ്ട്. പിന്നെ ശൈത്യ ഒരു ഇത്രയും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സരിക പിന്നെ പഴയതുപോലെ തന്നെ, രേണുവും പഴയതുപോലെ തന്നെ. പിന്നെ വേറെ ആര്യൻ്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആര്യൻ ഭയങ്കര ഈ ഓവർ സ്മാർട്ടാണ്. ആര്യൻ ഈ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ പ്രവൃത്തിയിലില്ല. നമ്മൾ ചെയ്യുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ വേണ്ടേ. ചുമ്മാ നാക്കിട്ടലച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കൂടി നന്നാവണം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ഈ വാക്കുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിരിക്കണം, കണക്ഷൻ ഉണ്ടാവണം. പക്ഷെ ആര്യൻ്റെ പ്രവൃത്തിയിലൊന്നുമില്ല. പിന്നെ എന്തായാലും ഇന്നലെ ജയിലിൽ വിട്ട ആൾക്കാരെല്ലാം തിരിച്ച് അവർ കിടന്നുറങ്ങി. എന്നാലും ഒരു സമയം പറയാൻ പറഞ്ഞു. രാവിലെ അവരോട് കൃത്യമായ സമയം പറയാൻ പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർ 10, ഇവിടെ 10, നമുക്ക് 10:23 ഇന്നലെ 9 മണിക്കാണ് പിന്നെ ടാസ്ക് കൊടുത്തത്. അപ്പോൾ ഇത്ര സമയമായപ്പം സത്യം എന്നാലും ഒരു 10-15 ആയി കാണും. പക്ഷെ 10:45 പറഞ്ഞു. അപ്പോൾ 10-10നും 11നും ഇടയ്ക്കുള്ള ഒരു സമയം പറഞ്ഞതുകൊണ്ട് ഒരു എക്സാക്ട്ലി കുറച്ച് കറക്റ്റായി. ഞാൻ ഏകദേശം ഒരു കറക്റ്റ് ആയതുകൊണ്ട് രണ്ടിനെ എന്തായാലും ജയിലിൽ നിന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. എന്തായാലും ജിസേലിന്റെ പുറകെ പവാട പോലെ കുറേ എണ്ണം നടപ്പുണ്ടല്ലോ. ഇതെന്താവും അറിയത്തില്ല, എവിടെ ചെന്ന് അവസാനിക്കുന്നില്ല. എന്തായാലും 2-3 ആൾക്കാരെ, ഞാൻ പറയുന്ന ഒരു 3-4 പേരെ അങ്ങ് എവിക്റ്റ് ആക്കിയിട്ട് വൈൽഡ് കാർഡിനെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ കളി അറിയാൻ പറ്റുമായിരുന്നു. കാരണം വൈൽഡ് കാർഡിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഇവർ പേടിക്കും. കാരണം ഇത്രയും ദിവസം നിന്നവർ വിചാരിക്കുന്ന ഇപ്പം അധികം ആരും വരാറില്ല, ഞങ്ങൾ തന്നെ ടോപ്പ് ആൾക്കാർ. അപ്പാനൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട് ഞാൻ 5 വരും, ഞാൻ ഫൈനലി വരും. നെവിൻ പറയുന്നുണ്ട് ഞാൻ ഫൈനലി വരും. അപ്പോൾ എല്ലാവരും ഫൈനലി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരടിയായിട്ട് കുറച്ച് ആൾക്കാരെ, ഇപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരെ അങ്ങ് പുറത്തോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ, ഓരോരോ വീട്ടിലങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നല്ല ആൾക്കാർ വരും. പിന്നെ നമ്മൾ രേണുവിനെ ഞാൻ പ്രത്യേകം പറയുന്നില്ല, പക്ഷേ രേണുവൊക്കെ ഇത്രയും ഫിസിക്കലി ഇത്രയും വയ്യാതൊക്കെ ബിഗ് ബോസിൽ എന്തിനാണോ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനൊന്നും ഒരു ടാസ്കോ ഒരു ഫിസിക്കൽ ടാസ്കോ കളിക്കാനുള്ള ആരോഗ്യമില്ല. ഒന്നാമത്തെ കാര്യം. എല്ലപ്പോഴും മാർക്കാം. ഈ ബിൻസിയുടെ ഇന്റർവ്യൂ കാണാം, ബിൻസി പറയുന്നത് വെറും പാവമാണ്. ഇവിടെ പക്ഷേ പാവമല്ലായിരുന്നു. മാസങ്ങളും വർഷങ്ങളും ഞാൻ പഴയ വീഡിയോ ഇപ്പോഴാണ് പോയി തപ്പുന്നത് കേട്ടോ. ഞാനങ്ങനെ കണ്ടാലും ശ്രദ്ധിക്കത്തില്ലായിരുന്നു, അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പം ബിഗ് ബോസ് റിവ്യൂ പറയാൻ തുടങ്ങിയതിന് തൊട്ട് മുന്നാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ശ്രദ്ധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണാൻ പറയുന്നത് 3 ആഴ്ച 4 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്.
അപ്പോൾ അല്ലാതെ ഞാനിങ്ങനെ സാരി എടുത്ത് നടക്കുന്നതും പിന്നെ നമുക്ക് ഫെസ്റ്റിൻ്റെ കാര്യങ്ങളും കുറച്ച് കലാകാരികളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അത് പോട്ടെ. അപ്പം പിന്നെ വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരാളിനെ ജാൻമണി പണ്ട് പറഞ്ഞ എനിക്ക് വീട്ടിൽ പോകണോ എനിക്ക് വീട്ടിൽ പോകണമില്ല. മലയാളം അറിയാത്ത ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഇതതുപോലല്ല, എനിക്ക് വീട്ടിൽ പോകണം. കാരണം അതിന് ആ ഫിസിക്കൽ ടാസ്കിൻ്റെ ഇടയ്ക്ക് ചെന്നായിരുന്നെങ്കിൽ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് ഇവിടെ വീണേ. അപ്പോൾ അത്രയ്ക്കും വയ്യാത്തൊരു വ്യക്തിയൊക്കെ എന്തിനാണോ എന്തോ ഇവിടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫെയിം പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി വന്നത്. പക്ഷെ എന്നാലും ആ കൊച്ചിന് ടാസ്ക് അവിടെ നിർത്തുന്നില്ല. കാരണം ഇതൊരു സേഫ് ഗെയിം ആയിട്ട് കൊണ്ടുപോകാനായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരട്ടെ ഇനിയും. കാരണം ഇപ്പോൾ 3 ആഴ്ചയായി. ഇനി നല്ല കണ്ടന്റ് കൊടുക്കാനല്ല, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വായി കൂടെങ്കിലും മൈൻഡേനെങ്കിലും. ശക്തിയില്ല പോട്ടെ, ശക്തിയില്ലാത്ത ശക്തിയുള്ള ആ ഒരു ഫിസിക്കൽ ടാസ്ക് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ഒരു കണ്ടന്റ് ബി എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കട്ടെ. അല്ലാണ്ട് ഈ വഴക്ക് മാത്രമല്ല, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ പറഞ്ഞാലും മതി. ഇതൊന്നും പറയത്തില്ല. എല്ലാം മാറി നിൽക്കത്തേ ഉള്ളൂ. മാറി ടാസ്ക് വന്നാൽ മാറി നിൽക്കും. എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറ അങ്ങനെ പറയും. അങ്ങനെ അല്ല, എല്ലാത്തിനും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാണിക്കുന്നില്ല. പിന്നെ ബിഗ് ബോസ് നീ ചെയ്യുന്നുണ്ടോ നമുക്കറിയത്തില്ല, ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് സാറ്റർഡേ ഈവനിങ് 6 മണിക്ക് എനിക്ക് പോയാൽ മതി. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലേക്ക്. ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഡ്രാമ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റുകൾ ബാലുചേട്ടൻ മീൻസ് ഉപ്പുമുളകിലെ ബാലുചേട്ടൻ, സോപാനത്തിൻ്റെ ആൾക്കാർ, അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. കോമഡി, ഇപ്പോഴത്തെ റിയലിസ്റ്റിക് കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നു. പിന്നെ ഷൂട്ടുണ്ട്, ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല. ഇവിടെ ഇങ്ങനെ എൻ്റെ വായും പിടിച്ചു കുത്തോളം എടുത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇട്ടുവാണെങ്കിൽ എല്ലാം ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സ്. ഓക്കെ.